അതുപോലെ നമ്മുടെ ഈ വലത്തെ കണ്ണ് ചൊറിയുമ്പോൾ നമ്മൾ ഓർത്തോണം, ഒന്നെങ്കിൽ നമ്മൾ കരയും, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സങ്കടമോ ദുരിതങ്ങളോ വരാൻ പോകുന്നുള്ള ഒരു സൂചനയാണ്. അതെനിക്ക് അനുഭവമുള്ളതാണ്. ഒരു ദിവസം ഞാൻ കടയിൽ നിന്ന് എന്നപ്പോൾ എൻ്റെ മോനൊരോട്ടത്തിന് പോയേക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കടയിൽ നിന്ന് ചെന്ന് മേല് കഴിയിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ കണ്ണ് ചൊറിയുന്നു. ഞാൻ എൻ്റെ മോളോടെ പറഞ്ഞു, അമ്മയുടെ കണ്ണ് ചൊറിയുന്നു മോനയിൽ. ചെറുക്കൻ പോയിട്ട് കണ്ടതുമില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫോൺ കോൾ വരുന്നു, എൻ്റെ മോനൊരു അപകടം ഉണ്ടായെന്നും പറഞ്ഞു. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട്. പക്ഷെ ദൈവം തുണച്ചു. പട്ടി കുറുക്കിയാടിയതായിരുന്നു. ഈ താടിയെല്ലാം പൊട്ടിപ്പോയി, 2 പല്ലെല്ലാം ഇളകിപ്പോയി. 3-4 മാസം എൻ്റെ മോൻ വീട്ടിൽ കുത്തിയിരുന്നു. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മക്കളൊക്കെ വെളിയിലോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരുന്നിടം വരെ നമുക്ക് വെപ്രാളമാണ്. ഇത് ഒരു ഉദാഹരണമാണ്. എല്ലാവരും പറയും പഴങ്കഥയാണ്, അന്ധവിശ്വാസമാണെന്ന്. എപ്പോഴായാലും നമ്മുടെ ഈ കണ്ണൊന്ന് വലത്തെ കണ്ണ് ചൊറിയുമ്പോൾ ആലോചിച്ചോണം, നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ കരയും, ഏതെങ്കിലും രീതിയിൽ കരയും, അത് ഏതെങ്കിലും ഒരു ആപത്ത് നമുക്ക് സംഭവിക്കാൻ പോകും. അത് എല്ലാവരും ഒരു കരുതൽ വേണം. അതുപോലെ നമ്മുടെ ഇടത്തെ കണ്ണ് തുടിച്ചാൽ ഇണയ്ക്ക് ദോഷമാണെന്നാണ് പറയുന്നത്. ഇണയ്ക്കെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ ഭർത്താവിന്, നമ്മുടെ ഇണയെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടപ്പിറപ്പുകളാണ്, അവർക്കൊക്കെ ഒരാപത്ത് വരുന്നെന്ന്. എനിക്ക് അങ്ങനെയൊക്കെ ഒരു സംഭവിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, പെട്ടെന്ന് എല്ലാവരും ഒന്ന് വിളിക്കും. അന്നേരം അവർ ചോദിക്കും, എന്താണ് ഈ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം ഒന്നുമില്ല എന്ന് പറയുമ്പോഴേ അവർക്കറിയാം, ഒന്നുകിൽ സ്വപ്നം കണ്ട് അല്ലെങ്കിൽ വല്ല ഇതാണെന്നും പറഞ്ഞ് എല്ലാവരെയും ഒന്ന് വിളിച്ച് സ്വരം കേൾക്കുമ്പോഴായിരിക്കും ഒരു സമാധാനം വരും. ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ട കുറ്റങ്ങൾ വല്ലതും ഉണ്ട് എൻ്റെ കമൻറ്റ് ബോക്സ് വന്ന് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.